ജീസസ് ഈസ്റ്ററായി ചെലവിട്. എടോ, എല്ലാവരും കൂടെ എന്നെ പിടിച്ച് കുരിശെ തറച്ചിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഇന്ന്. അല്ലാതെ എനിക്ക് ഓസ്കാർ കിട്ടിയ ദിവസമല്ല. എന്തുവാടി ഒരു മുട്ടത്തോടെങ്കിലും എന്താ? മുട്ടത്തോടോ? എന്തിന്? റോസാപ്പൂവിനിടാന്? അല്ല, മറ്റേ ഈസ്റ്റർ എഗ്. താൻ കുറേ ആയാലും ഈസ്റ്റർ എഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇല്ലേ? അങ്ങനല്ലല്ലോ ഗൂഗിള് പറഞ്ഞ. ഗൂഗിള്? അല്ല, ഗൂഗിളാണോ ഞാനാണോ എൻ്റെ കാര്യം തീരുമാനിക്കുന്നേ? ഓ, തനിക്കത് നോക്കിയിട്ട് എൻ്റെ 16,008 ഭാര്യമാരുടെ കാര്യമൊക്കെ ചോദിക്കാം. ഇയാൾക്ക് ഇപ്പം എന്തോ വേണം? ഈസ്റ്ററിന് ചിലവ് വേണം, അത്രയല്ലേ ഉള്ളൂ. തരാൻ മനസ്സില്ല. വിഷുവിൻ്റെ പായസം ചോദിച്ചു വരുമല്ലോ, അപ്പോൾ ഞാൻ പറയാം കേട്ടോ. ഹേ ക്രഷ്. യെസ്, പറയൂ. വിഷുവിന് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു. ഒന്നും അറിയാത്ത പോലെ. ചെലവ് തരാതെ ഞാൻ വിടില്ല മോനെ. ചെലവ് ഞാൻ തരുന്നുണ്ട്, ടൈം കിടക്കുമല്ലേ. അത് മതി. പിന്നെ ഇത്തവണെങ്കിലും കണി കാണാൻ കണിക്കൊന്ന കാണൂ. ഓ, എവിടുന്ന്? അതൊക്കെ കണക്കാ. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് പൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ കണിക്കൊന്ന തന്നെ വേണമെന്ന് എനിക്കൊന്നും ഇത്ര നിർബന്ധം. കോളാമ്പിപ്പൂവിന്റെ കളർ മഞ്ഞയൊക്കെ തന്നെ അല്ലേ? ക്രിസ്മസിന് പുൽക്കൂടിന് വരെ കിളിക്കൂട് വെച്ചാൽ കുഴപ്പമുണ്ട്? അത് പറ്റത്തില്ല. അതുപോലെ ഉള്ളത്. എന്തായാലും എനിക്ക് ചെലവ് വേണം. എന്നോട് ചെലവ് ചോദിക്കുന്നതിന് മുമ്പ് താൻ വേറൊരാളോട് ചെലവ് ചോദിച്ചു. അതാരാ? നമ്മുടെ ഇക്ക. പെരുന്നാളല്ലേ വരുന്നേ? ശരിയാണല്ലോ. അപ്പൊ ഈ വീക്ക് ചെലവോട് ചെലവ്. പിന്നല്ല, വെജായാ മതിയായിരുന്നു. ഹേ ക്രിഷ്, ഇന്ന് സൂര്യഗ്രഹണമാണെന്നൊക്കെ പറയുന്നു. ഇന്നെങ്കിലും ചൂടിച്ചിട്ട് കുറയൂ. ഒന്നും പറയാൻ പറ്റൂല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇക്ക കാണാൻ പോകണ്ടേ? എന്തിന്? നാളെ പെരുന്നാളല്ലേ? ചെലവ്. തനിക്ക് ഇത്രയും പ്രായമായില്ല. ചെലവെന്നും പറഞ്ഞങ്ങിരിക്കും. ഈസ്റ്ററല്ല മുട്ടത്തോടും ചോദിച്ചാൽ തരാനും പറ്റൂല. അത് താൻ വെജായോണ്ടല്ലേ. പെരുന്നാൾ നാളെ അല്ലേ? അല്ല, മറ്റന്നാള്. നാളെ ഒന്ന് പോടോ, മറ്റന്നാളാ. എന്താണ് ഇവിടെ പ്രശ്നം? ഇക്ക, പെരുന്നാൾ നാളെ അല്ലേ? കലണ്ടർ നോക്കാൻ അറിയാത്തവരൊക്കെ പലതും പറയും. മറ്റന്നാളല്ലേ ഇക്ക? ആദ്യം നമ്മൾ ആ ചന്ദ്രനെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പെരുന്നാൾ എന്നാണെന്ന്. അതിന് മനോരമ കലണ്ടറിൽ 10-ാം തീയതി ആണല്ലോ. ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ വന്ന് കമന്റ് ചെയ്തോളും. അപ്പൊ ഓക്കെ, 9-ാം തീയതി നിന്ന് കമന്റ് ചെയ്യണേ. കഷ്ടം. ഹേ ക്രിഷ്, ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേ ആയിട്ട് വിഷ് ചെയ്താ? ബർത്ത്ഡേ ഒന്നുമല്ലേ? പിന്നെന്താ? ഞമ്മളിവിടെ ഉണ്ട് മോനെ. ഈദാശംസകൾ ഇക്ക. നന്ദിയുണ്ട് മോനെ. നന്ദിയൊക്കെ എവിടെ ഇരിക്കട്ടെ, ഇക്ക മെനു പറ. മോനെ, സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കരിമീൻ പൊള്ളിച്ചത്, പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ തലശ്ശേരി മട്ടൻ ബിരിയാണി. അല്ലിക്ക, പാലപ്പം അറവേറിയില്ലേ? പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഓ, അപ്പൊ നമ്മുടെ കാര്യത്തെ പറ്റി ഒന്നും ആർക്കും ഒരു ചിന്തയില്ല. ഒരു സസ്യാഹാരിയുടെ മുമ്പിൽ ഇരുന്ന മാംസാഹാരത്തെ പറ്റി ഇവരൊക്കെ സംസാരിക്കണേ. മോനുള്ള ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടുന്ന്? KFC. ഇങ്ങനൊക്കെ വല്ല പച്ചക്കറി എരിഞ്ഞത് വാങ്ങിച്ചു കൊടുക്കുക. മാംസാഹാരം വിളമ്പുന്നിടത്ത് നോമ്പ് വരില്ല മോനെ. നമ്മൾ എവിടാ പോണെന്നറിയാവോ? അയോധ്യയിലെ KFC-യില്. അവിടെ വെജ് മാത്രമേ ഉള്ളൂ. അത് പൊളിച്ച്. ഇക്കൊക്കെ വിഷുവിന് പായസം തരും. ഹേ ക്രിഷ്, നിങ്ങൾക്ക് നാളെ കണി കാണാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? പഴം, കണിക്കൊന്ന. കണിക്കൊന്നുണ്ട്. കണിക്കൊന്നയൊക്കെ ഞാൻ ഒരാഴ്ച ഫ്രിഡ്ജ് വെച്ചാ സെറ്റാക്കി. മാങ്ങ, പച്ചമുളക്, കണ്ണാടി, ഇതൊക്കെ ഉണ്ട്. മഞ്ഞ വെള്ളരിക്കയില്ലേ? അതൊക്കെ വേണോ? പിന്നെ അതൊക്കെ വേണം. അപ്പൊ മെയിൻ ഐറ്റംസ് ഒന്നും ഇല്ല. അയ്യോ, ഇനി എന്തൊക്കെ ഐറ്റംസ്? അതൊക്കെ അറിയണമെങ്കിൽ താൻ പോയി കമന്റ് ബോക്സ് നോക്ക്, എന്നിട്ട് പോയി മേടിച്ചോണ്ട് പോവാ. ഒരുക്കുണ്ടായിരുന്നു.